കേരളത്തിൽ കേന്ദ്ര സഹമന്ത്രിമാർ ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരും മറ്റും മുന്നിട്ടിറങ്ങണം. എങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാനുള്ളവ നേടിയെടുക്കാനും ജനക്ഷേമം ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം കേന്ദ്ര അവഗണനയ്ക്ക് കീഴിൽ ഞെരിഞ്ഞമരേണ്ടി വരും. കാലങ്ങളായി കേന്ദ്രത്തിന്റെ അവഗണന തുടങ്ങിയിട്ട് അതിൽ ഏറ്റവും കടുത്തു നിന്നതാണ് ഇപ്പോഴത്തെ ബജറ്റ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ബജറ്റിൽ വരാതെ ചുരുണ്ടു പോവുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ നേരത്തെ CPM-ന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് DYFI. ആന്ധ്ര, ബീഹാർ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയതിന്റെ പ്രധാന കാരണം NDA സർക്കാരിനെ താങ്ങി നിർത്തുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. BJP ഇതര സർക്കാർ നിലനിൽക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കടുത്ത വിവേചനമാണ് നിലനിർത്തിയത്. ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണ്. കേന്ദ്രത്തിന്റെ ഈ ഒരു സമീപനത്തോട് കടുത്ത പ്രതിഷേധം തുടരുവാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതേസമയം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി പാർലമെന്റിൽ അകത്തും പുറത്തും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാർ ചേർത്ത് നിർത്തിയ സംസ്ഥാനങ്ങളെ എതിർക്കുകയല്ല, മറിച്ച് അവഗണിക്കപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതിനായി അതാത് വ്യക്തികളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ രൂക്ഷമാകുന്ന സന്ദർഭം കണക്കിലെടുത്തുകൊണ്ട് അതിനെതിരെ ആഞ്ഞടിക്കാനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. തൊഴിലില്ലായ്മ അതിരൂക്ഷമെന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നെങ്കിലും ഇന്റേൺഷിപ്പും സ്റ്റൈപ്പൻഡും നൽകി സ്ഥിരം തൊഴിൽ കൊടുക്കാതിരിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തോട് രാഷ്ട്രീയ വിരോധം കാരണം എയിംസ് പോലും നിരോധിച്ചു. ഒരു സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു എയിംസ്. റെയിൽവേ വികസനം അവഗണിച്ചു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് പണം അനുവദിച്ചില്ല. ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് കേന്ദ്രം അവഗണിച്ചത്. ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തി ശക്തമായ യുവജന പ്രക്ഷോഭം ഉയർത്തുമെന്നാണ് DYFI പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 30, 31 തീയതികളിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ യുവജന പ്രകടനവും യൂണിയൻ ബജറ്റ് ജനകീയ വിചാരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്നും ജൂലൈ 27, 28 തീയതികളിൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടക്കുമെന്നും ആഗസ്റ്റ് 1-ാം തീയതി രാജ്ഭവന് മുന്നിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നുമാണ് DYFI ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ആളിക്കത്തിക്കാൻ തന്നെയാണ് തീരുമാനം. യുവജന വിരുദ്ധവും കേരള വിരുദ്ധവുമാണ് കേന്ദ്ര ബജറ്റ്. യുവജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് അറിയിച്ചു.